لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, കാലഘട്ടം പിറകോട്ടു പോകുന്തോറും ഫിത്നകളും കുഴപ്പങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ സുബൈർ ബിൻ അദി എന്ന് പറയുന്ന താബിഇൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖാല അതൈന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. സുബൈർ ബിൻ അദി പറയുകയാണ്, ഞങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങൾ ചെന്നു. ഫശകൗനാ ഇലൈഹി മാ നൽഖാ മിനൽ ഹജ്ജാജ്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തോട് ഹജ്ജാജ് ബിൻ യൂസുഫിൽ നിന്ന് ഞങ്ങൾ കേൾക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു. ഫഖാല, അപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറു മിൻ. നിങ്ങൾക്ക് ഇനി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാലവും ഓരോന്നും അതിന് തുടർന്ന് വരുന്ന ഓരോ കാലവും മുമ്പത്തേതിനേക്കാൾ മോശമായിരിക്കും എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹത്താ തൽഖൗ റബ്ബക്കും. അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ കാലഘട്ടം പിറകോട്ട് പോകുന്തോറും ഓരോ കാലവും മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ മോശമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. സമിഅ്തുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഈ കാര്യം കേട്ടിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുകയുണ്ടായി. ഇമാം ബുഖാരി തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അന്ത്യനാളിന് മുമ്പായി സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൽഹറുൽ ഫിതൻ. ഫിത്നകൾ വ്യാപകമായി ഖിയാമത്ത് നാളിന്റെ മുമ്പ് സംഭവിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഫിത്നകൾ നാൾക്ക് നാൾ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ദീനിനെ കവർന്നു കൊണ്ടുപോകുകയും സംശയങ്ങളും സന്ദേഹങ്ങളും നമ്മുടെ മനസ്സിൽ നിറക്കുകയും ചെയ്യുന്ന ശുബ്ഹാത്തുകളുടെ ഫിത്നകൾ ഇതിൽ ഏറ്റവും ഗൗരവമുള്ളതാണ്. കാരണം മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൂലധനം എന്ന് പറയുന്നത് അവന്റെ ദീനാണ്. ആ ദീൻ നഷ്ടപ്പെടുന്നതിലൂടെ അവന് നഷ്ടപ്പെടുന്നത് ഈ ദുനിയാവിലെ തന്നെ സന്തോഷ ജീവിതവും സർവോപരി ആഖിറത്തിലെ അനന്തമായ സ്വർഗീയ ജീവിതവുമാണ്. സഹോദരങ്ങളെ, ശുബ്ഹാത്തുകൾ അവയുടെ എല്ലാ വൈകൃത രൂപവും പൂണ്ട് യഥേഷ്ടം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്
നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മറക്ക് പിന്നിലിരുന്നും അല്ലാതെയും മുസൽമാന്റെ ദീനിനെ ഫസാദാക്കാൻ ഉദ്ദേശപൂർവം പ്രവർത്തിക്കുന്ന പിശാചും അവന്റെ കൂട്ടാളികളും ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളെ ഇത്തരക്കാർ വ്യാപകമായി അവരുടെ ലക്ഷ്യത്തിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൃഢമായ വിശ്വാസം ഉണ്ടാകേണ്ട അദൃശ്യകാര്യങ്ങളിലും വിശ്വാസകാര്യങ്ങളിലുമെല്ലാം ഇത്തരക്കാർ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ ഫലമായി മുസ്ലിം പേരിൽ മാത്രം അവശേഷിക്കുകയും മതപരിത്യാഗത്തിന്റെ അഥവാ രിദ്ദത്തിന്റെ അതുപോലെ തന്നെ മതനിഷേധത്തിന്റെ വ്യത്യസ്ത വഴികളിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ള മുസ്ലിം നാമധാരികൾ, വിശിഷ്യ മുസ്ലിം ചെറുപ്പക്കാർ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഫിത്നകളുടെ കൂട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഷഹ്വാത്തുകളുടെ അഥവാ ദേഹേച്ഛകളുടെ ഫിത്ന എന്ന് പറയുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ ഭാവി തലമുറയെയും കുടുംബ സംവിധാനങ്ങളെയുമെല്ലാം ഇതിന്ന് സാരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ആൺപെൺ വ്യത്യാസമില്ലാതെ അത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മൊബൈൽ ഫോണിന്റെ ഉപയോഗം വ്യാപകമായതോടുകൂടി മുമ്പ് ഒരുപാട് കടമ്പകളും പ്രയാസങ്ങളും കടന്നുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിഞ്ഞിരുന്ന പല തിന്മകളും ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. മനസ്സിൽ നിന്ന് ലജ്ജയും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ശുദ്ധ പ്രകൃതിയും ഫിത്രത്തുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ശുബ്ഹാത്തുകളുടെയും ശഹവാത്തുകളുടെയും ഫിത്നക്കപ്പുറത്ത് വേറെയും ഒരുപാട് ഫിത്നകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ രാത്രിയുടെ കഷ്ണം കണക്കെയുള്ള ഫിത്നകൾ നാൾക്ക് നാൾ അധികരിച്ചു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അമാലി ഫിത്നൻ, ഫിത്നകൾക്ക് മുമ്പായി നിങ്ങൾ അമലുകളുമായി മുന്നോട്ട് പോകണം, നിങ്ങൾ മുന്നേറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കഖിതഇൽ ലൈലിൽ മുദ്ലിം, രാത്രിയുടെ കഷ്ണം പോലെയുള്ള ഫിത്നകൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. യുസ്ബിഹുർ റജുലു ഫീഹാ മുസ്ലിമൻ വയുംസി കാഫിറ, ആ ഫിത്നകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ പ്രഭാതത്തിൽ മുസ്ലിമാണെങ്കിൽ അവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ കാഫിറായി മാറിയിട്ടുണ്ടാകും. വയുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ, അവൻ പ്രഭാതത്തിൽ മുഅ്മിനാണെങ്കിൽ വൈകുന്നേരം മുസ്ലിമാണെങ്കിൽ അവൻ പ്രഭാതമാകുമ്പോഴേക്ക് കാഫിറായിട്ടുണ്ടാകും. യബീഉ ദീനഹു ബിഅറളിൻ മിനദ് ദുനിയ, ദുനിയാവിലെ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി, ചരക്കുകൾക്ക് വേണ്ടി അവൻ ദീനിനെ വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഫിത്നകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള ഈ ഫിത്നകൾ വരുമ്പോൾ എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്? എന്താണ് അവനുള്ള പരിഹാരം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം പ്രാപഞ്ചികമായി കൗനിയായി ഇത്തരം കാര്യങ്ങൾക്ക് അനുവാദം നൽകുന്നതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവന്റെ ഹിക്മത്തുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയല്ലാതെ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാൻ പാടുള്ളതല്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിലും തന്റെ ദീൻ എന്നിൽ നിന്ന് താല്പര്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയുമാണ് അവൻ ചെയ്യേണ്ടത്. ആദ്യമായി ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് തന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്റെ സൃഷ്ടാവായ ഈ ലോകങ്ങളെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് എന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നൊരിക്കലും ഒരു മുഅ്മിൻ മറന്നു പോകാൻ പാടില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മനുഷ്യ സൃഷ്ടിപ്പിന്റെയും ജിന്നുകളുടെ സൃഷ്ടിപ്പിന്റെയും പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്ത് അഥവാ ഉബൂദിയ്യത്തിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീഅത്ത് നമ്മളിൽ നിന്ന് എന്താണോ താല്പര്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും ഈ ഉബൂദിയ്യത്തിനെ പൂർത്തീകരിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ നമ്മളിൽ നിന്ന് ഓരോ സാഹചര്യത്തിലും താല്പര്യപ്പെടുന്ന കാര്യം എന്താണെന്ന് നമ്മൾ പഠിക്കുകയും
അതിനനുസരിച്ച് ശരീഅത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും വേണം. അബൂ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദീർഘമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഫഇന്ന മിൻ വറായികും അയ്യാമസ് സബ്ർ, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ ദിവസങ്ങളാണ്. അസ്സബ്റു ഫീഹി മിസ്ലു ഖബ്ദിൻ അലൽ ജംർ, ആ കാലഘട്ടത്തിൽ ക്ഷമ പാലിക്കുക എന്നുള്ളത് അഥവാ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ക്ഷമ, ആ ക്ഷമ അക്കാലത്ത് പാലിക്കണമെങ്കിൽ തീക്കട്ട കയ്യിൽ പിടിച്ച പ്രയാസമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലിൽ ആമിലി ഫീഹിം മിസ്ലു അജ്രി 50, അന്ന് ആ ഫിത്നകളുടെ കാലഘട്ടത്തിൽ അമലുകൾ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 50 ആളുകളുടെ പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ്. 50 ആളുകളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഒരൊറ്റ വ്യക്തിയുടെ പ്രവർത്തനത്തിൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ സഅലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അജ്റു 50 മിൻഹും, അഥവാ അവരിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണോ ഒരാൾക്ക് ലഭിക്കുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്റു 50 മിൻകും, അല്ല, നിങ്ങളിൽപ്പെട്ട അഥവാ സ്വഹാബത്തിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. അഥവാ അന്ത്യനാളിന് മുമ്പായി സംഭവിക്കുന്ന ഫിത്നകളുടെ കാലത്ത് ക്ഷമയോടുകൂടി ഇബാദത്തിൽ മുഴുകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലം, 50 ആളുകളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ പ്രയാസമുണ്ടാക്കുന്ന ഇത്തരം കലുഷിതമായ സാഹചര്യങ്ങളിലും മുഅ്മിന് അങ്ങേയറ്റത്തെ ആശ്വാസവും സന്തോഷവും നൽകുന്ന വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും സ്വഹാബത്തിന്റെ ഫളലിനെ താഴ്ത്തുന്ന ഒരു കാര്യമല്ല. സ്വഹാബത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിക്കുന്നതിലൂടെ അഥവാ സുഹബത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുള്ള പ്രതിഫലം, അതുപോലെ ആ സുഹബത്തിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിലൂടെ അവർക്കുണ്ടായി തീർന്നിട്ടുള്ള ശ്രേഷ്ഠത, അതിനെ കവച്ചു വെക്കുന്ന ഒന്നും പിൻഗാമികൾക്കുണ്ടാകുകയില്ല. മറിച്ച് ഫിത്നകളുടെ കാലത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്ക് ആ സാഹചര്യത്തിന്റെ പ്രയാസം പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രം കൂടുതൽ പ്രതിഫലം നൽകുമെന്നല്ലാതെ ഒരിക്കലും അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം സഹാബത്തിന്റെ ഫളിലിലേക്കോ സഹാബത്തിന്റെ മർത്തബയിലേക്കോ ഉയരാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ, ഫിത്നകളുടെ കാലത്ത് ചെയ്യുന്ന ഇബാദത്ത് എന്നിലേക്ക് ഹിജ്റ വരുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം നവവി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സബബു കസറത്തി ഫളലിൽ ഇബാദത്തി ഫീഹി അന്ന الناس يغفلون عنها ويشتغلون عنها ولا يتفرع لها الا افراد. അഥവാ ഫിത്നകളുടെ കാലത്ത് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഇത്രയും അധികം പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ മിക്കവാറും ആളുകൾ ഇബാദത്തുകളെല്ലാം വിസ്മരിച്ച് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയും വളരെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ തന്റെ ജീവിത ലക്ഷ്യമായ ഇബാദത്തിൽ പരിമിതപ്പെട്ട് കഴിയുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിഫലം അത്തരക്കാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഇമാം നവവി റഹിമഹുല്ല പറയുകയാണ്. അപ്പോൾ ഒന്നാമതായി പറഞ്ഞ കാര്യം, ഒരു മുഅ്മിൻ ഫിത്നകളുടെ സമയത്ത് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും തന്റെ ജീവിത ലക്ഷ്യമായ ഇബാദത്തുകളിൽ മുഴുകിക്കൂടുകയും വേണം. ഇബാദത്തുകൾ ആ കാലഘട്ടത്തിൽ കൂടുതൽ പ്രതിഫലം നൽകപ്പെടുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. രണ്ടാമതായി ഒരു മുഅ്മിൻ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഫിത്നകൾ അധികരിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മുഅ്മിൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒരു ഉപകാരവുമില്ലാത്ത, തന്റെ ദീനിനോ ദുനിയാവിനോ ഒരു ഉപകാരവുമില്ലാത്ത, അതുപോലെ തന്റെ ഇടപെടൽ കൊണ്ട് ഗുണഫലമായി ഒരു മാറ്റവും വരുത്താൻ സാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് ഒരു മുഅ്മിൻ നിർബന്ധമായും മാറി നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മുസ്ലിമിന്റെ ഇസ്ലാം നന്നാകുന്നതിൽപ്പെട്ടതാണ് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന്, അവനെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുക എന്നുള്ളത്. നമ്മുടെ സലഫുകൾ ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മിൻ അലാമത്തി ഇഅറാദില്ലാഹി തആല അനിൽ അബ്ദി അൻ യജ്അല ശുഗ്ലഹു ഫീമാ ലാ യഅനി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നതിന്റെ അടയാളമാണ് അവന്റെ പ്രവർത്തനത്തെ ഉപകാരമില്ലാത്ത കാര്യങ്ങളിലാക്കുക. അവന്റെ മുഴുവൻ ശുഗ്ലും, അവന്റെ മുഴുവൻ ഇടപെടലുകളും ഉപകാരമില്ലാത്ത കാര്യങ്ങളിലാക്കുക എന്നുള്ളത് അള്ളാഹു ഒരടിമയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞതിന്റെ ലക്ഷണമാണ് എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാ പറയുകയാണ്. സഹൽ ഇബ്നു അബ്ദില്ലാ അത്തസ്തുരി എന്ന് പറയുന്ന താബിഈ പറഞ്ഞു, മൻ തകല്ലമ ഫീമാ ലാ യഅനീഹി ഹറുമ അസ്സിദ്ഖ്. ആരാണോ തന്നെ ബാധിക്കാത്ത, താൻ ഇടപെടാൻ പാടില്ലാത്ത, താൻ ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ ആരാണോ സംസാരിക്കുന്നത്, അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സത്യസന്ധത, വിശ്വസ്തത അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് അദ്ദേഹം പറയുകയാണ്. മുവരിഖുനുൽ ഇജ്ലി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, അംറുൻ അന തലബ്തുഹു മുൻദു കദാ വകദാ സന. ഒരുപാട് കാലമായി ഞാൻ അന്വേഷിക്കുന്ന, ഞാൻ തേടുന്ന ഒരു കാര്യമുണ്ട്. ലം അഖ്ദിർ അലൈഹി, ഒരുപാട് കാലം അന്വേഷിച്ചിട്ടും എനിക്കത് കിട്ടിയിട്ടില്ല. വലസ്തു ബിതാരിക്കും തലബഹു അബദ, ഞാൻ ഒരിക്കലും അത് അന്വേഷിക്കുന്നത് ഉപേക്ഷിക്കുകയുമില്ല. അദ്ദേഹത്തോട് ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞു, അൽ കഫു അമ്മാ ലാ യഅനീനി, എന്നെ ബാധിക്കാത്ത, ഞാൻ ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇത്രയും കാലമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അത് ഇനിയും ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. പലപ്പോഴും നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ഫിത്നകളുടെയും തുടക്കം പലപ്പോഴും അർഹതയില്ലാത്ത കാര്യങ്ങളിൽ, അതുപോലെ ഓരോ വ്യക്തിയും തന്നെ ബാധിക്കാത്ത, താൻ ഇടപെടേണ്ടതില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും നാട്ടിൽ വ്യാപകമായ ഫിത്നകൾ സംഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഓരോ മുസ്ലിമും, ഓരോ മുഅ്മിനും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ സ്വന്തം ദീനിന്റെ സലാമത്തും അതിലൂടെ മറ്റുള്ള മുഅ്മിനീങ്ങളുടെ, തന്റെ സഹോദരങ്ങളായ മറ്റുള്ള മുഅ്മിനീങ്ങളുടെ ദീനിന്റെ സലാമത്തും ഉറപ്പുവരുത്താൻ അവന് സാധിക്കും. മൂന്നാമതായി ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യം ശുബ്ഹാത്തുകൾക്കും ഷഹവാത്തുകൾക്കും ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയും, ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്താണ് അവിടെ ഉള്ളത്, എനിക്ക് ഹക്കും ബാത്തിലുമെല്ലാം തിരിച്ചറിയാൻ സാധിക്കും, എനിക്കതിനുള്ള വിവേകമുണ്ട്, എനിക്കതിനുള്ള അറിവുണ്ട്, ഞാനെല്ലാം വായിക്കും, ഞാനെല്ലാം കേൾക്കും, ഞാനെല്ലാം നോക്കും എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ തഖ്വ കൊണ്ട്, എന്റെ ദീന് കൊണ്ട്, എന്റെ ഈമാന് കൊണ്ട് ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിക്കാൻ, അതുപോലെ ഷഹവാത്തുകളിലേക്ക് വീണു പോകാതിരിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറയുന്ന, അങ്ങനെ ധൈര്യമായി സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തർബിയത്തല്ല ഇത്, നമ്മുടെ സലഫുകൾ പുലർത്തി പോകുന്ന തർബിയത്തല്ല ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദജ്ജാലിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഫൽയൻആൻ, നിങ്ങൾ അവനിൽ നിന്ന് ഓടിപ്പോരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, സംശയം, ദീനിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ചെവി കൊടുക്കാൻ പാടില്ല. അത്യാവശ്യമുള്ള ഘട്ടങ്ങളിലല്ലാതെ പണ്ഡിതന്മാർ പോലും, അതുപോലെ അറിവുള്ള ആളുകൾ പോലും അത്തരം കാര്യങ്ങളിൽ ശുഗലാകാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ പല ആളുകൾക്കും ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല. തന്നെ അതൊന്നും കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് അവരെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. മറിച്ച് ശുബ്ഹാത്തുകൾ നമ്മുടെ ദീനിൽ ഉണ്ടാക്കുന്ന ഫിത്നകൾ, നമ്മുടെ ദീനിൽ ഉണ്ടാക്കുന്ന ഫസാദുകൾ അത് വളരെ വലുതാണ്. നമ്മുടെ മനസ്സിൽ യഖീനോടുകൂടി നിലനിൽക്കേണ്ട പല കാര്യങ്ങളിലും സംശയം ജനിപ്പിക്കാൻ ഇത്തരം കാര്യങ്ങൾ കാരണമാകും എന്നുള്ളത് നാം മനസ്സിലാക്കാൻ പാടില്ല. അതുപോലെ ഫിത്നകൾ വ്യാപകമാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വാർത്തകൾ അന്വേഷിച്ച് പിന്നാലെ പോകുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതല്ല, മഹാന്മാരായ സലഫുകളുടെ ചര്യയല്ല ഇത്. മഹാനായ മുത്തറിഫ് ഇബ്നു അബ്ദില്ലാ അദ്ദേഹം പറയുകയാണ്, ഇബ്നു സുബൈറിന്റെ ഫിത്ന മുമ്പ് കാലത്ത് ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിൽപ്പെട്ടതാണ് ഇബ്നു സുബൈറിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യം. ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കവേ മുത്തറിഫ് ഇബ്നു അബ്ദില്ലാ അശ്ശഖീർ എന്ന് പറയുന്ന താബിഈ പറയുകയാണ്, ലബിസ്തു ഫീ ഫിത്നതി ഇബ്നു സുബൈർ 9 أو 7 മാ ഉഖ്ബിർതു ഫീഹാ ബിഖബറിൻ വലസ്തഖ്ബർതു ഫീഹാ അൻ ഖബറിൻ. ഞാൻ ഇബ്നു സുബൈറിന്റെ ഫിത്ന സംഭവിക്കുന്ന സമയത്ത് ഞാൻ 7 അല്ലെങ്കിൽ 9 ദിവസം ഞാൻ എന്റെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി.
ഞാൻ അന്നത്തെ കാലത്ത് നടന്ന ആ സമയത്ത് നടന്ന ഒരു ഖബറും ഒരു വാർത്തയും ഞാൻ അന്വേഷിക്കാൻ പോയില്ല, ഒരു വാർത്തയും എനിക്ക് കിട്ടിയതുമില്ല, ഞാൻ ഒരു വാർത്തയും അന്വേഷിക്കാൻ പോയതുമില്ല എന്ന് അദ്ദേഹം മുത്തരിഫ് അബ്ദുല്ല അശ്ശഖീർ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ പറയുകയാണ്. അതിൽ നമുക്ക് പാഠമുണ്ട്. പലപ്പോഴും നമ്മൾ പല വാർത്തകളും, നമ്മൾ ബാധിക്കാത്ത പല വാർത്തകളും അന്വേഷിച്ചു പോകുന്നതിലൂടെയാണ് പല ഫിത്നകളിൽ നമ്മൾ അകപ്പെടുന്നതും അതുമൂലം നമ്മുടെ ദീന് ഫസാദാകുന്നതും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഫിത്നകളിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ ശ്രദ്ധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഫിത്നകളിൽ നിന്ന് നമ്മൾ എല്ലാ സമയവും ഇസ്തിആദത്ത് ശരണം തേടുകയും ചെയ്യണം. അതുപോലെ സത്യസന്ധമായി അല്ലാഹുവിലേക്ക് നമ്മൾ മുന്നിടണം. ഇബാദത്തുകൾ കൊണ്ടും അതുപോലെ നിലപാടുകൾ കൊണ്ടുമെല്ലാം സത്യസന്ധമായ നിലപാടുകൾ കൊണ്ടും സത്യസന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിടുന്നതിലൂടെ ഒരുപാട് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസിക്ക് സാധിക്കുമെന്നാണ്. അതുപോലെ ഫിത്നകളുടെ സമയത്ത് അനാവശ്യമായി ആളുകളുമായിട്ടുള്ള സമ്പർക്കം അത് അധികരിപ്പിക്കാതിരിക്കുക എന്നുള്ളതും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകന്റെ അധ്യാപനങ്ങളിൽപ്പെട്ടതാണ്. അഥവാ ആളുകളുമായിട്ടുള്ള സമ്പർക്കം അത് അനാവശ്യ കാര്യങ്ങളിലാകുമ്പോൾ എല്ലാ സമയത്തും നിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആളുകളുമായിട്ടുള്ള സമ്പർക്കം അധികരിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും അതുപോലെ ഗുണപരമായ കാര്യങ്ങളിലും ആളുകളോട് ഇടപഴകുക എന്നുള്ളത് കുഴപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിത്നകൾ വ്യാപകമായാലും ആ ഫിത്നകൾ തന്നെ ബാധിക്കുകയില്ല. ആ ഫിത്നകളിൽ തനിക്ക് ഗുണപരമായിട്ട് അങ്ങോട്ടെന്തെങ്കിലും ഇടപെടാൻ സാധിക്കുമെന്നുള്ള ഘട്ടമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇടപെടുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഫിത്നകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആളുകളോടുള്ള സമ്പർക്കം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എല്ലാ ഫിത്നയുടെ എല്ലാ ദോഷങ്ങളും ഇങ്ങോട്ട് ബാധിക്കുമെന്ന് വിചാരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആളുകളോടുള്ള സഹവാസം കുറക്കുന്നതാണ്, അത് അധികരിപ്പിക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലിന്റെ വ്യത്യസ്ത ഹദീസുകളിൽ അതിന് നമുക്ക് തെളിവ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും വിശ്വാസി ഈ കാര്യത്തിൽ, ഈ സന്ദർഭത്തിൽ, ഫിത്നകളുടെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും, നമ്മുടെ ദീനിനെ ഫസാദാക്കുന്ന എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ ഊസികും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. ശുബ്ഹാത്തുകളും ഷഹവാത്തുകളും നമ്മുടെ ദീനിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങളെ സംബന്ധിച്ചാണ് ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചത്. അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി മുഅ്മിൻ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന മാർഗങ്ങളെല്ലാം സ്വീകരിക്കുകയും തൻ്റെ സ്വന്തമായ ഗവേഷണങ്ങളും സ്വന്തമായ അഭിപ്രായങ്ങളും ഫിത്നകളുടെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാതെ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ കൃത്യമായി ഈ വിഷയത്തിൽ പാലിക്കുക എന്നുള്ളത് സ്വന്തം ദീനിന്റെയും അതുപോലെ തൻ്റെ സഹോദരങ്ങളായ മറ്റു മുഅ്മിനീങ്ങളുടെ ദീനിന്റെയും സലാമത്തിന്, സുരക്ഷിതത്വത്തിന് അനിവാര്യമായ കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ സഹായിക്കും. അവൻ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല. എങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആഫിയത്ത് നൽകിയ കാലഘട്ടത്തിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ. നീ അല്ലാഹുവിനെ നിന്റെ സൗഖ്യ കാലഘട്ടത്തിൽ അല്ലാഹുവിനെ നീ ഓർത്തു കഴിഞ്ഞാൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല ശിദ്ദത്തിന്റെ പ്രയാസത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹു നിന്നെ ഓർക്കും. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിത്നകളിൽ നിന്നെല്ലാം മുക്തമായ ഒരു കാലഘട്ടം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആഫിയത്തുള്ളൊരു കാലഘട്ടം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ദീനിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിത്നകളും കുഴപ്പങ്ങളും വ്യാപകമാകുന്ന സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു പോം വഴി ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും രക്ഷ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫസാദുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാം സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل النفاق والمنافقين وأذل النفاق والمنافقين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين.